ഇവളുടെ റോൾ എന്തായിരുന്നു? ഐ മീൻ വെറുതെ ഒരു കൂട്ടായിട്ട് വന്നാണോ അതോ? സംസാരിച്ചതും ഞാൻ ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞതും ഈ കുട്ടിയാണ്. ശ്രീദേവി എന്ന് നിങ്ങൾ പറഞ്ഞ കുട്ടി ടോട്ടലി സൈലന്റ് ആയിരുന്നു. എന്ന് പറയുമ്പോൾ എല്ലാ ഡീറ്റെയിലും തന്നത് ഇവളാണ്. അതെ. അപ്പോൾ എല്ലാ ഡീറ്റെയിലും അറിയാവുന്നതും ഇവൾക്കാണ്. സർ, നമുക്കിതൊക്കെ ഈ കുട്ടിയുടെ പേരൻസിന്റെ പ്രസൻസിലാകുന്നതല്ലേ നല്ലത്? വേറൊരു പേരന്റ് ഇവിടെ ഉണ്ട്. ആ പേരന്റ് അറിയാൻ അവകാശമുള്ള ചില കാര്യങ്ങളും ഉണ്ട്. അബോർഷനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാല്ലേ? ഇതിൽ മുൻപരിചയം വല്ലതുണ്ടോ? ഫാദർ പ്ലീസ്. ഞങ്ങളുടെ സ്ഥലത്ത് വെച്ചാണെങ്കിൽ ഇത് ഇതിനേക്കാൾ ക്രൂഡാവും. അത് ഒഴിവാക്കാന്ന് വിചാരിച്ച. എന്താ ഈ റേപ്പിന്റെ സംഭവം? ഇത് എപ്പോ എവിടെ വെച്ച് നടന്ന കാര്യമാണ്? അങ്ങനെ ഒരു കാര്യമില്ല. എന്ന് വെച്ചാ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പറയാൻ? അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു. അയാളാ. ആരാ അത്? അതവൾ പറഞ്ഞിട്ടില്ല. ഇത്ര അടുത്ത ഫ്രണ്ടായിട്ടും അത് പറഞ്ഞിട്ടില്ല? ഇല്ല. അയാളാണെന്നുള്ളത് ശ്രീദേവി പറഞ്ഞതാണോ? അതെ. എന്താ നീ കരുതിയിരിക്കുന്നത്? അവളങ്ങ് പോയെന്ന് വെച്ച് എന്ത് കഥയുണ്ടാക്കാന്ന? അവളെ ഞങ്ങൾ എങ്ങനെ വളർത്തിയിരിക്കുന്നത് അറിയോ? അവളുടെ പാരമ്പര്യം എന്താ നിനക്കറിയോ? അന്ന് ഞാൻ അവളോട് പറഞ്ഞതാ ഈ കൂട്ടുകെട്ട് വിഷമാണെന്ന്. സർ പ്ലീസ് കൂൾ ഡൗൺ. സാർ ഇരിക്കണം. My daughter will never do such a thing, sir. അവൾക്ക് അറിയില്ല ഇതൊന്നും. അങ്ങനല്ല ഞങ്ങൾ അവളെ. ആദ്യം ഒരു കഥ, പിന്നതാ വേറൊരു കഥ കൊണ്ടു കൊടുത്തിട്ട് പിന്നെയും പിന്നെ ഇല്ലാതാക്കുക എന്റെ മോളെ. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ എ റേപ്പ്. അതങ്ങനെ തന്നെയാ. അല്ലാതെ എന്റെ മോള്. സർ പ്ലീസ് ലുക്ക്, സത്യം പറയുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലത്. ശ്രീദേവിയെ പോലെ ഒരാൾക്കൊരു അഫയർ എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞത് സത്യമാ. ഇനി റേപ്പ് എന്ന് കേൾക്കുന്നതാ കൂടുതൽ സമാധാനമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ഡോണ്ട് ട്രൈ ടു ബി സ്മാർട്ട്. കൈവീശി ഒരെണ്ണം തന്നാലുണ്ടല്ലോ പല്ല് 32 താഴെ കിടക്കും. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നീ പോകേണ്ടിരുന്നത് ഇദ്ദേഹത്തിന് അടുത്ത ഹോസ്പിറ്റലല്ല. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞതാ. സമ്മതിക്കാത്തത് അവള് തന്നെയാ. പുറത്തിറങ്ങിയ സ്യൂസൈഡ് ചെയ്യുമെന്ന് അവള് പറഞ്ഞത്. She is lying. ഇവള് കള്ളം പറയാ. എന്റെ മോക്കൊരു പ്രശ്നം ഉണ്ടായ അവൾ എന്റെ അടുത്ത് വന്നേനെ, അല്ലല്ല അവൾ അമ്മയുടെ അടുത്ത് ചെന്നേനെ. തെറ്റിച്ചോണ്ട് പോയിട്ടിപ്പോ നിങ്ങളടുത്ത് അവള് വരില്ലായിരുന്നു. നിങ്ങളെ അവൾക്ക് പേടിയായിരുന്നു. നിങ്ങളെ പേടിയില്ലായിരുന്നെങ്കിൽ ആരോടും പറയുന്നതിന് മുൻപ് അവള് നിങ്ങളോട് പറഞ്ഞേനെ. നിങ്ങളെ പേടിയില്ലായിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും ഇവിടെ കണ്ടേനെ. പക്ഷെ അവൾക്ക് പേടിയായിരുന്നു. പേടിയായിരുന്നു നിങ്ങളെ. Quiet. Don't raise your voice in my office. You may continue, Jacob. യു വെയർ ഓൾസോ ഹർ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? യെസ്. ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കാര്യത്തിലും നിങ്ങൾ 3 പേരും ഒരുമിച്ചല്ലായിരുന്നു എന്നല്ലേ മാഡം പറഞ്ഞത്? അതെ. ഹോസ്പിറ്റലിൽ പോയപ്പോഴും? അല്ല. അതെന്താ? എനിക്കറിയില്ലായിരുന്നു. എന്തറിയില്ലായിരുന്നു? ഒന്നും. ഒന്നും പറഞ്ഞ പ്രഗ്നൻസിയുടെ കാര്യം, അബോർഷന്റെ കാര്യവും ഈ പറയുന്ന പരിചയക്കാരന്റെ കാര്യം ഒന്നും? ഒന്നും. ഇവര് രണ്ടാളും ഒരു സൂചന പോലും തന്നിരുന്നില്ല? ഇല്ല. എല്ലാത്തിലും ഒന്നിച്ച് നിന്നിട്ടും ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്ന ഒരു ഇഷ്യൂ വന്നപ്പോ അത് ഇവര് കുട്ടിയോട് ഷെയർ ചെയ്യായിരുന്നു. എന്താ? എനിക്കറിയില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ കുട്ടി എന്ത് ചെയ്യായിരുന്നു? I don't know. ശ്രീദേവിയുടെ വീട്ടിൽ ഇൻഫോം ചെയ്യായിരുന്നോ? ചിലപ്പോ. ഷീ ഈസ് ദ ഹെഡ് ഗേൾ അല്ലേ? യെസ്. ഫൗണ്ടേഴ്സ് ഡേയുടെ അന്ന് ഇവര് പുറത്തുപോയി ഒരാൾ മാത്രം തിരിച്ചു വന്നപ്പോ എവിടെയായിരുന്നു എന്ന് ചോദിച്ചില്ലേ? സിനിമയ്ക്ക് പോയിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. ശ്രീ അവളുടെ വീട്ടിൽ പോയെന്നു. ശ്രീദേവി ഇപ്പൊ എവിടെ ഉണ്ടെന്ന് കുട്ടിക്ക് അറിയാമോ? ഇല്ല. ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടും ഇതിൽ മാത്രം എന്തിനാ ഈ കുട്ടിയെ മാറ്റി നിർത്തിയത്? ഇതിൽ മാത്രം എന്തിനായിരുന്നു ഒരു മറ? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാ കൂടെ നിൽക്കുന്ന ആളെന്നാ. കൂടെ നിൽക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു. ചതിച്ചു കളയും വേണ്ടി വന്ന. ഒരു നിഗമനം ഫാദർ, ശ്രീദേവിയുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി തനിച്ചൊരിക്കലും ഇത്ര വലിയൊരു ഡിസിഷൻ എടുക്കില്ല. ഇക്കാര്യത്തിൽ മാത്രം ഈ കുട്ടി ഇവരെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ കുട്ടി ശ്രീദേവിയുടെ വീട്ടിലോ സ്കൂളിലോ അറിയിക്കുമെന്ന് പേടിച്ചിട്ടാ. അബോർഷൻ എന്നൊരു തീരുമാനം അത് ഇവളുടെ ആണെന്നർത്ഥം, ഇവളുടെ മാത്രമാണെന്നർത്ഥം. All teachers are required to stop classes and line up students for an urgent assembly.
Today, I am standing in front of you with a very bad news. നമ്മുടെ സ്കൂളിലെ 12A സ്റ്റുഡന്റ് ശ്രീദേവി സ്വാമിനാഥൻ ഇന്നലെ നടന്ന ഒരു റോഡ് ആക്സിഡന്റിൽ അന്തരിച്ചു. ക്വയറ്റ് പ്ലീസ്. സ്കൂൾ ഒഫീഷ്യൽസിന് അനുവാദമില്ലാതെ ശ്രീദേവി സ്വാമിനാഥനും സേറ എലിസബത്തും സിനിമ കാണാൻ പുറത്തുപോയ സമയത്താണ് ഈ അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ്. ശ്രീദേവി സ്വാമിനാഥന്റെ മരണത്തിൽ അനുശോചിച്ച് നാളെ ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതല്ല. സേറ എലിസബത്തിനെ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഈ സ്കൂളിൽ നിന്നും ഡിസ്മിസ് ചെയ്യുന്നു. ഡിസ്മിസൽ ലെറ്റർ കിട്ടി സ്കൂൾ കോമ്പൗണ്ട് വിടുന്നതുവരെ സേറ എലിസബത്തിനോട് ഒരു വിദ്യാർത്ഥിയും സംസാരിക്കാൻ പാടുള്ളതല്ല. സേറ എലിസബത്ത്, your father will be coming tomorrow morning. You may pack your bags and get ready to go. Assembly dismissed.